ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ പറ്റി കുറെ പേര് പറയുന്നു, മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ല, ഈ കുഞ്ഞു കാര്യത്തിനാണോ പോയി ആത്മഹത്യ ചെയ്യുന്നത്. ആ സമയത്ത് അവൻ അനുഭവിക്കുന്ന വേദന അവന് മാത്രമേ അറിയുള്ളൂ. എന്നെ പറ്റിയൊക്കെ എന്തോരം പേര് പറയാം, അവന് വല്ല കാര്യമുണ്ടോ നായകനാവണ്ട എന്ന് പറയാറുണ്ട്. എന്റെ ഇഷ്ടമല്ലേ? അല്ല, അതെന്റെ ഇഷ്ടമല്ലേ? സച്ചിനോട് പോയിട്ട് തെങ്ങ് കയറാൻ പറഞ്ഞ സച്ചിൻ ചെയ്യൂ? ഇല്ല, സച്ചിന് ക്രിക്കറ്റാ പറഞ്ഞിട്ടുള്ളത്. അത് അയാളുടെ ഇഷ്ടമാണ്, അയാൾ അതിൽ പോകണം. തെങ്ങ് കയറാൻ ഇഷ്ടമുള്ളവർ അത് ചെയ്യണം. എല്ലാത്തിനും ഒരു പാഷൻ ഉണ്ടല്ലോ. വേറെ നമ്മളൊരു ഹീറോയെ ചിന്തിച്ചില്ല. സത്യം പറ, പ്രഭാസിനല്ലേ നിങ്ങൾ ആദ്യം ചിന്തിച്ചത്? ഞാന് പ്രഭാസ് കിട്ടാണ്ടായപ്പോഴല്ലേ എന്നെ ഈ കഥ ഞാൻ ആദ്യം പൃഥ്വിരാജിനോട് പറഞ്ഞപ്പോ പൃഥ്വിരാജാണ് നിങ്ങളെ വെച്ച് അങ്ങനെയല്ല, ഈ കഥാപാത്രത്തിന് പ്രത്യേകതയുണ്ട്. ആള് ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അത് കാരണം ഇറ്റ് വാസ് വെരി ഈസി വർക്കിംഗ് വിത്ത് ഹിം. ഓക്കേ, ഹലോ എവരിവൺ, ICUന്റെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ സിനിമയുടെ ടീമുണ്ട്. ഹലോ. ഞാൻ ICU എന്ന് പറയുമ്പോൾ ആദ്യമല്ലേ ICU എന്നുള്ള സംഭവം വിചാരിച്ചു, പിന്നെയാണ് ICU എന്ന് കണ്ടത്. അത് എങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം. സ്പെല്ലിംഗും അറിയില്ല. സ്പെല്ലിംഗില് അത് മാത്രമാണെങ്കിലും അർത്ഥത്തിൽ അതുണ്ട്, അതും വരുന്നുണ്ട്. ICU, I care you, I confuse you. സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു ആൻസർ. ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നു. നമുക്ക് വേണമെങ്കിൽ ഇന്റൻസീവ് ക്രൈം യൂണിറ്റ് എന്നും വായിക്കാം. അടുത്തത് ഓക്കെ, അത് ഇന്ന് വന്നതാണോ? അത് എന്റെ മനസ്സിലുള്ളതാണ്. എങ്ങനെ വേണമെങ്കിൽ സിനിമ കാണുന്നവർക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. അതിന്റെ കറക്റ്റ് ഒരു ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ മൊത്തം സിനിമ കാണണം. അവസാനം ഇതൊന്നും അല്ലാത്തൊരു അർത്ഥമുണ്ട് ലാസ്റ്റ്. ഇപ്പൊ മറ്റേ കറക്റ്റ് ഐ കൺഫ്യൂസ് യു. അത് ഇവർക്ക് പോലും അറിയില്ല. ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് ഈ സിനിമ കഴിയുമ്പോൾ ആളുകളിലേക്ക് അത് കണക്ട് ആയോ എന്ന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതൊരു എക്സ്പെരിമെന്റൽ മൂവിയാണെന്ന് പറയാൻ പറ്റുമോ? എക്സ്പെരിമെന്റ് മൂവി അത് ഞാൻ പറഞ്ഞില്ല, കാണുന്നവർക്ക് പല ഇതിൽ ഡിഫൈൻ ചെയ്യാവുന്ന ഒരു സിനിമ തന്നെയാണ്. ഈ സിനിമ നമ്മളിലേക്ക് വന്നപ്പോൾ ആദ്യമായിട്ട് നായകനായിട്ട് ബിബിൻചേട്ടന്റെ ഫേസ് തന്നെയാണോ മനസ്സിലാവുന്നത്? തീർച്ചയായിട്ടും. ആണോ? വേറെ നമ്മളൊരു ഹീറോയെ ചിന്തിച്ചില്ല. സത്യം പറ, പ്രഭാസിനല്ലേ നിങ്ങൾ ആദ്യം ചിന്തിച്ചത്? ഞാന് പ്രഭാസ് കിട്ടാണ്ടായപ്പോഴല്ലേ എന്നെ ഈ കഥ ഞാൻ ആദ്യം പൃഥ്വിരാജിനോട് പറഞ്ഞപ്പോ പൃഥ്വിരാജാണ് നിങ്ങളെ വെച്ച് അങ്ങനെയല്ല, ഈ കഥാപാത്രത്തിന് പ്രത്യേകതയുണ്ട്. ഈ കഥാപാത്രം ഇദ്ദേഹവുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം. റിയൽ ലൈഫിലല്ല, നമ്മൾക്കൊരു കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ ഒരു നിസ്സഹായനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ഹീറോ. അത് അദ്ദേഹത്തിന്റെ കാരണം ഒരു ഹീറോയിസം കളിക്കാനുള്ള ഒരു ക്യാരക്ടർ അല്ല. അദ്ദേഹത്തിന്റെ ഒരു നിസ്സഹായ അവസ്ഥയൊക്കെ നമുക്ക് അതിനകത്ത് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളതിനെ. എന്റെ ക്യാരക്ടറുകളെല്ലാം അങ്ങനെയല്ലേ, ഇങ്ങനെ നെക്സ്റ്റ് ഡോർ ബോയ് ഫീൽ അല്ലേ എല്ലാം. ഒരു പാവം, അത് മാറണം തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടെ എന്തെങ്കിലും ചെയ്തിട്ടില്ലേ ഞാൻ. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അതാ ഒരു പാവമായിട്ട് ഇങ്ങനെ. അദ്ദേഹം വില്ലൻ ചെയ്ത വേഷത്തിനകത്ത് നമ്മളൊരിക്കലും അയാൾ അങ്ങനെ ചെയ്യൂലെന്ന് ചിന്തിച്ചിട്ടില്ല. ആ സമയത്ത് ഇതിനകത്ത് ചില ഘടകങ്ങളിൽ പ്രേക്ഷകനെ ചിന്തിക്കാം, പുള്ളി അങ്ങനെ ചെയ്യില്ല എന്ന് ചിന്തിക്കാവുന്ന ഒരു സംഗതിയിലേക്ക്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാസ്റ്റ്. കോള് വന്നപ്പോഴത്തേക്കും ചോദിച്ചായിരുന്നു സ്ക്രിപ്റ്റ് എങ്ങനെ, അതിന്റെ കാര്യങ്ങൾ സ്ക്രിപ്റ്റ് ഫുള്ള് വായിച്ചിട്ട് തന്നെയാണ്, ഫുള്ള് വായിച്ചിട്ടാണ് ഓക്കെ പറയണത്. അത് എല്ലാം അങ്ങനെ തന്നെയാണ്, ഇപ്പോഴത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ്. അല്ല, ഈ എഴുത്തുകാരാവുന്ന സമയത്ത് നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ നമ്മളൊരു ജഡ്ജ്മെന്റൽ ആയിട്ടായിരിക്കും ഇത് വായിക്കുന്നുണ്ടാവുക. ഇല്ല, ഇത് ത്രില്ലറൊക്കെ നമുക്ക് ഹ്യൂമർ പരിപാടിയൊക്കെ അല്ലേ കൂടുതൽ ചെയ്തേക്കണേ. ത്രില്ലറൊക്കെ നമ്മുടെ ജോണറിലേ വരാത്തതായിട്ട്. അപ്പൊ ഇത് ഭയങ്കര വണ്ടറായിട്ട് തോന്നി നമുക്ക്. ഇതിൽ കുറെ നല്ല സസ്പെൻസ് ഏരിയകൾ ഉണ്ടായി. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര വർക്കായി. ഇതിന്റെ റൈറ്റർ ശരിക്കും പറഞ്ഞാല് എന്റെ അടുത്ത് ഇദ്ദേഹം കഥ പറഞ്ഞു കഴിയുമ്പോൾ ഓരോ ദിവസവും പിന്നെ പുള്ളി ഇതിന്റെ ഓരോ വേർഷൻസ് ആണ് നമുക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ജോണർ മാറും അല്ല, ജോണർ അല്ല, ഇതിന്റെ തന്നെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ സംഗതികൾ കണ്ടെത്താവുന്ന ഓരോ സംഗതികളും പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കുറെ സംഗതികൾ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ആക്കി നമ്മൾ എന്തായാലും പടം ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ അതിലിരുന്ന് വർക്ക് ചെയ്ത് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇവരിലേക്ക് വന്നത്. വിസ്മയെ കണ്ടെത്തിയത് നമ്മുടെ ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. ഇതിനൊരു പക്വതയുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് ജീവിതായോധനത്തിന്റെ ഭാഗമായിട്ട് അധ്വാനവും പ്രശ്നങ്ങളും ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനത്തെ ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ തന്നെയാണ് ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. നമുക്കത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഓക്കെ ആയി. നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രണയം ആ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നേരത്തെ പരിചയമുണ്ടോ? ഇല്ലല്ലോ.
ഓക്കെ നമ്മൾ സ്ക്രീനിലൊക്കെ കണ്ട ഒരാള് നമ്മുടെ നായകനായിട്ട് വരുന്നു. അതെ, എക്സാക്ട്ലി. ബാക്കി പറ. പരിചയമില്ലാത്ത ഒരാളെ പ്രണയിക്കാൻ പഠിച്ചു. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ, നമ്മൾ പ്രണയിച്ച ശേഷമല്ലേ കുറച്ചുകൂടെ പരിചയം. അല്ല അങ്ങനെയല്ലേ, സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആരും അറിയില്ലല്ലോ. അതെ, പക്ഷെ ആള് ഭയങ്കര ഈസി ആയിരുന്നു. ആളുടെ ഒപ്പം അഭിനയിക്കുകയാണെന്ന് തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. ആൾക്ക് നല്ല ജീവിക്കായിരുന്നു. ആള് ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അത് കാരണം ഇറ്റ് വാസ് വെരി ഈസി വർക്കിംഗ് വിത്ത് ഹിം. ഓക്കെ, ആ വീഡിയോ സോങ്ങിന്റെ കമന്റ്സ് ഒക്കെ വായിച്ചായിരുന്നു? വീഡിയോ സോങ് നിങ്ങളുടെ ഒരു ഔട്ടായിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ല, വായിച്ചില്ല. നോക്കാറില്ല, കമന്റ്സ് ഒന്നും നോക്കാറില്ല. പക്ഷെ നല്ല കമന്റ്സ്, അതിനകത്ത് പേടിക്കാനുള്ള ഒന്നുമില്ല. അല്ല നന്നായി. ഈ കൊച്ചിനെ കുറിച്ച് എന്തോ ടെൻഷൻ ഉള്ളത് പോലെ അതുണ്ടോ? അങ്ങനെ പുള്ളിക്കാരത്തി ഭയങ്കര ഇൻട്രോവേർട്ട് ആണോ? അതെ. ആണോ? എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആദ്യം വരുന്ന ആളുകളൊക്കെ ഒരു 3-4 സിനിമ കഴിഞ്ഞ് പിന്നെ ഇതുപോലെ ഇരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ആ ഇൻട്രോവേർട്ടിൽ നിന്ന് എക്സ്ട്രോവേർട്ടിലേക്കുള്ള ഒരു യാത്ര ഉണ്ടാവാറുണ്ട്. അതുപോലെ നമുക്ക് കാണാല്ലേ? അതെ അതെ, തീർച്ചയായും. സെറ്റിൽ ഇതുപോലെ ഉണ്ടായിരിക്കും. ഇവരൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരല്ലേ. എങ്ങനെ അവിടെ മാനേജ് ചെയ്ത് നിന്ന്? എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് ബുദ്ധിമുട്ടായിരുന്നു. ഈ അങ്ങനെ പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നു ഇയാൾ ഈ വരവില് ഭയങ്കര ഭയങ്കര പക്വത കേൾക്കണ പോലെ അല്ലേ ജോർജ്? ഇന്റർവ്യൂവിനകത്ത് വായിന്ന് വീണു പോയാൽ പേടിയുണ്ട്. ആണോ? ഇനി ചിലപ്പോ ക്യാരക്ടർ നമുക്ക് കുറച്ച് പക്വതയുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ പക്വത ഇങ്ങോട്ട് അഡാപ്റ്റ് ചെയ്തതാണോ? ഈ ഭയം ഉണ്ടല്ലോ, ഈ ഭയം ഈ ഇപ്പൊ പുള്ളിക്കാരത്തേക്ക് പറയല്ലേ ഇങ്ങനെ നമ്മൾ ഏറിപ്പോകോ അല്ലെങ്കിൽ ഇത് നമ്മളെ എന്നുവെച്ചാല് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നവര് മാത്രമല്ല എല്ലാവരും അങ്ങനെ ഒരു ഭയത്തിൽ ഇപ്പൊ ജീവിക്കുന്നത്. വെറുതെ ഒരു ട്രോൾസിന്റെ അല്ല ഞാൻ പറഞ്ഞത്, നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ഈ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരും ഉണ്ട്. കാരണം നമ്മളെ ഒരെണ്ണം തോണ്ടി ഒരു ഹാപ്പിനെസ് വന്നു, അപ്പൊ നമ്മളത് കണ്ട് ഹാപ്പി ആയി. അപ്പൊ തന്നെ നമ്മൾ അടുത്ത് വരുമ്പോഴേക്കും സാഡ് ആയിരിക്കും. പിന്നെ നമ്മുടെ ബുദ്ധിയാണല്ലോ ഇതിനൊക്കെ വിവേചനം ചെയ്യുന്നത്. ഇത് ഭ്രാന്തായി പോകും തലക്ക്. പിന്നെ കമ്പാരിസൺ, അവരെ ഏറ്റവും നല്ല മൊമെന്റ് എടുത്തിട്ടായിരിക്കും അവരിടുന്നത്. ബാക്കി അവർ കരഞ്ഞു പിഴിഞ്ഞിരിക്കുകയായിരിക്കും. ഇത് കാണുമ്പോ എനിക്കിത് കിട്ടിയില്ലല്ലോ, നമ്മൾ അവർക്കത് അങ്ങനെ കമ്പാരിസൺ. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള അയൽവക്കത്തുള്ള മറ്റേ ഉണ്ണിയെ നല്ലവനായ ഉണ്ണി എന്നൊക്കെ പറഞ്ഞ പോലെ കണ്ടുപടിയിടാന്ന് പറഞ്ഞാൽ വല്ലപ്പോഴുള്ള കുറച്ച് പേരെയൊക്കെ നമ്മൾ കാണുള്ളൂ. ഇത് ലോകം മുഴുവൻ നമുക്ക് കമ്പാരിസന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ഭയങ്കര ഡിപ്രഷൻ എന്നുള്ള വാക്കൊക്കെ തന്നെ ഇപ്പൊ എന്തോരം ഉപയോഗിക്കുന്നത് അല്ലേ? ഡിപ്രഷൻ നമ്മൾ പണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഇങ്ങനെ മിണ്ടാതിരിക്കും അല്ലെങ്കിൽ ഒരു റൂമിനകത്ത് തന്നെ ഇരിക്കുന്നത്. അത് അങ്ങനെ അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഇടയ്ക്കാണെന്ന് തോന്നുന്നു ഒന്നുകൂടെ മനസ്സിലാക്കിയത്. അതിന് നല്ലത് കുറച്ചും കൂടെ വായനയിലേക്കൊക്കെ തിരിച്ചു പോകാന്നുള്ളത്. വായനയിലേക്ക് തിരിച്ചു പോകലാണ് ഏറ്റവും ബെസ്റ്റ്. വായിച്ചെടുക്കാൻ പറ്റും. എനിക്ക് നമ്മൾ ഈ ബുക്ക് വായിച്ചാൽ നമുക്ക് ആ വായിച്ചൊരു ഫീൽ കിട്ടില്ല അല്ലേ? എനിക്ക് ആ ബുക്ക് കയ്യിൽ വെച്ച്. ഓക്കെ, ചേട്ടൻ ടെൻഷൻ വരുമ്പോ എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒന്ന് കൂളാവാൻ മൈൻഡ് സെറ്റ് ആക്കാൻ എന്താ ചെയ്യാറ്? ഞാൻ എവിടെയെങ്കിലൊക്കെ കൂട്ടുകാരെന്ന് വെച്ചാൽ ഒരുപാട് സുഹൃത്തുക്കളില്ല, ഇപ്പൊ ഉള്ള 2-3 കൂട്ടുകാരുണ്ട്. അവരൊക്കെ ആയിട്ട് ഏഴിക്കര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഒരു പുട്ടുകടയുണ്ട്. മറ്റേ കട്ടിപ്പരിപ്പും പുട്ടും കിട്ടുന്നത്. ടെൻഷൻ വന്നാൽ ഞാൻ പുട്ട് കഴിക്കും. ഞാൻ അവിടെ പോയിട്ടിരുന്ന് ആ കാറ്റത്ത് ഇരുന്ന് പുട്ട് തിന്നും. ഇന്നസെന്റ് എനിക്ക് എന്തോരം നിന്നാലും ബോറടിക്കില്ല. സമാധാനം കിട്ടിയ ഒരു കുറ്റി പുട്ട് കഴിക്കും. ഓക്കെ, ഈ കേളി ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടാന്ന് കേട്ടിട്ടുണ്ട്. നല്ല ബുദ്ധിമുട്ട്. ഞാൻ ഇതിനു വേണ്ടി ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. കെയർ ചെയ്യാറില്ല. എനിക്ക് ചെയ്യണം. ഞാൻ കൊറേ പേരോട് അല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. ഇതൊന്നും കേളിയാവൂല. അത് ഇതുപോലെ കേളാക്കാൻ പറ്റൂല. അത് ശരിയാ, ഇതുപോലെ കേളാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇത് കേളൊന്നും ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പൊ ഇത് കെട്ട് പിടിക്കൂലേ? ഇല്ല. പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഇടുന്നല്ല, ആഴ്ചയിൽ ഒരു 2 ദിവസം ഞാൻ കാച്ചിയ എണ്ണ ഇടും. അപ്പൊ പിന്നെ അല്ല, ഇവർക്ക് മുടി പോയിഞ്ഞാലും പെട്ടെന്ന് അറിയാൻ പറ്റില്ല. നമ്മുടെ പോലെ ഇങ്ങനത്തെ ഹെയർ ഉള്ളവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇത് കുറച്ചുകൂടെ അതിന് അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഇതിനുണ്ട്. ഓക്കെ, ബാക്കി ബോഡി ബിൽഡിംഗ് പരിപാടികളൊക്കെ അതിന്റെ കൂട്ടത്തിൽ ഡയറ്റ് അതൊക്കെ പോകുന്നുണ്ട്. ഒരു ദിവസം ജിമ്മിൽ പോയിട്ടില്ലെങ്കിൽ റിഗ്രറ്റ് അടിക്കുന്ന ഒരാളാണ്. അങ്ങനെയൊന്നുമില്ല, വരാറില്ല. എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് മാറി. വരുവോ ഓക്കെ, ബോഡി വെയിറ്റ് കൂടുവോ? നമ്മൾ ഈ ICUലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ICU എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കുറെ സീൻസ് വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ എനിക്കൊന്ന് ICU നമ്മൾ ഈ ഹോസ്പിറ്റലിനകത്ത് പ്രേമിക്കുന്ന അല്ലെങ്കിൽ അവിടെ അങ്ങനത്തെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ റിയൽ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ട്? കാരണം അത് ഹോസ്പിറ്റലിൽ ഇപ്പൊ നമുക്ക് ഡോക്ടറെ അല്ല, അവിടെ എല്ലാരും പറയല്ലോ നേഴ്സുമാരെ കാണാൻ വേണ്ടിട്ട് ആമ്പിള്ളേര് പോകുന്നു.
അതായത് ഇപ്പൊ നമുക്ക് വലിയ സീരിയസ് ഇഷ്യൂ അല്ലെങ്കിൽ ആ കാലം ശരിക്കും മാറിയില്ലേ? അങ്ങനെ കാലം ഉണ്ടായിരുന്നു ശരിക്കും. അല്ല ഇപ്പോഴും ഉണ്ട് എല്ലാരും പറയും ഹോസ്പിറ്റലിൽ പോകുന്നത് അവിടെ നല്ല നഴ്സിനെ ഇപ്പൊ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് നിൽക്കുന്നവരൊക്കെ ലേഡി ഡോക്ടർമാരെയൊക്കെയാണ് നോക്കുന്നത്. ഇപ്പൊ നഴ്സുമാരൊക്കെ അല്ല അങ്ങനൊരു കാലം ഉണ്ടായിട്ടില്ലേ? അതായത് നമ്മളിങ്ങനെ വായി നോക്കുന്ന അല്ലെങ്കിൽ അവരെ കാണുന്ന അതൊക്കെ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റിയത് അങ്ങനെ. ഇപ്പൊ അതിന്റെയൊക്കെ ഒരു നേരിയ ഇതല്ലേ നമ്മള് അമറില് ചെയ്തേക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെയുണ്ട് നേഴ്സുമാരെന്നല്ലേ പൃഥ്വിരാജ് വന്നിട്ട് ചോദിക്കുന്നത്. അങ്ങനെ ശരിയാണ് നിങ്ങൾ പറഞ്ഞ, അവരൊരു പ്രത്യേക ഭംഗിയല്ലേ കാണാൻ. അത് ആ യൂണിഫോമിൽ അവരെ ഈ പറഞ്ഞ ഒരു ഏഞ്ചൽ ഫീൽ ഉണ്ട് അവർക്ക്. ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്, ഏറ്റവും കൂടുതൽ ടേക്ക് പോയ ഒരു സീൻ ഏതായിരിക്കും ഇതിലങ്ങനെ ഇല്ല, അങ്ങനെ ടേക്ക് കൂടുതലും ഒരു സീനിലും പോയിട്ടില്ല. കാരണം എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് അല്ല, അവര് ക്യാമറ മുമ്പിൽ ഓക്കെയാണ്. നല്ല ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യില്ലല്ലോ. നല്ല ആർട്ടിസ്റ്റ് ആണ്. അതെന്താ കൂടുതൽ ടേക്ക് എവിടെയെങ്കിലും പോയോ? മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനമാണ്. ഇപ്പൊ സമാധാനമായാലും മിണ്ടാതിരുന്നാലും നമ്മൾ എയറിലാവും, കൂടെ ഇരിക്കുന്ന ആൾക്കാർ വരും. എനിക്കതിന് ബാബുരാജേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ വരുന്നില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ബാബുരാജേട്ടൻ? നല്ലായിരുന്നു. ഞാൻ ബാബുരാജനെ ആദ്യമായിട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല രസമുള്ള ആക്ടറാണ് ബാബുരാജൻ. ഹ്യൂമർ നന്നായിട്ട് ചെയ്യും. വില്ലൻ റോൾ കണ്ടിട്ടുണ്ടല്ലോ, നല്ല ടൈമിംഗ് ആണ്. അല്ല എനിക്ക് തോന്നുന്നു ബാബുരാജേട്ടന്റെ ഒരു കോമഡി നമ്മളിപ്പോ ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് യൂസ് ആക്കുന്നത്. ഇതിനകത്ത് വില്ലനായിട്ട് തന്നെ കാസ്റ്റ് ചെയ്യാൻ നല്ല സ്വഭാവ നടനം കൂടെ അല്ലേ പുള്ളി? നല്ല ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഒരാളാണ്. കാലിബറുള്ളതായിട്ട് ഇനിയും ഗംഭീര ക്യാരക്ടേഴ്സ് പുള്ളിക്ക് കിട്ടും. കാരണം പുള്ളി നമ്മൾ ഈ പുള്ളിയുടെ മസല അല്ലെങ്കിൽ അങ്ങനത്തെ അത് വിട്ടിട്ട് ചിന്തിച്ചാല് പുള്ളി ഗംഭീര ക്യാരക്ടേഴ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് വില്ലൻ റോൾ തന്നെ നമ്മൾ പ്ലേസ് ചെയ്തപ്പോൾ ബാബുരാജേട്ടനെ ഓർക്കാനുള്ള വില്ലൻ അങ്ങനെയല്ല, ആ ക്യാരക്ടറിനും ഉണ്ട് ഡയമെൻഷൻസ്. ഈ ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് ദിലീപേട്ടൻ പറയുന്നത് കേട്ടായിരുന്നു, നിങ്ങൾ രണ്ടുപേരുടെ എഴുത്ത്, വിഷ്ണു ചേട്ടന്റെയും ചേട്ടന്റെ എഴുത്ത് കുറച്ച് ഇപ്പൊ മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. അത് ബോധപൂർവമായിട്ടുള്ള ഒരു മാറ്റി വെക്കലാണോ അതോ സമയമില്ല എന്നിട്ടാണോ? അല്ല, അത് വെറുതെ എല്ലാവരും തെറ്റിദ്ധാരണ. അതായത് യമണ്ടൻ പ്രേമത കഴിഞ്ഞിട്ട് വെടിക്കെട്ടിന് എഴുതാനെടുത്ത സമയമാണ് 1.5 കൊല്ലത്തോളം. കാരണം കൊറോണ വന്നിട്ട് അന്ന് കൊറോണയൊക്കെ വന്നുകൂടി ഇരിക്കുവായിരുന്നില്ലേ. അങ്ങനെ പിന്നെ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് അത് നമ്മൾ വിചാരിച്ചത്ര നന്നായില്ല. അത് തിയേറ്ററുകളിൽ സിനിമ അഭിപ്രായം വന്നെങ്കിലും തിയേറ്ററുകളിൽ അത്ര നന്നായില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഇത്തിരി ഗ്യാപ്പ് വന്നു. പിന്നെ എഴുതി തുടങ്ങി 2 പടം എഴുതി, ഫുൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞിരിക്കുക. പക്ഷെ അതുമായിട്ട് നമ്മൾ ആർട്ടിസ്റ്റുകളുടെ പുറകെ പോകുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ വർക്കോളിക്കായിട്ട് ഞങ്ങൾ അത് പുറകെ, അതാരും കാണുന്നില്ല. ആളുകൾ കാണുമ്പോ കുറെ ഗ്യാപ്പ് വന്നത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ എന്നാൽ അതിന്റെ ഇടയിൽ നമ്മുടെ ജീവിതകാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സിനിമ അഭിനയിച്ചേ പറ്റുള്ളൂ. എഴുതിയിട്ട് നമ്മൾ ആർട്ടിസ്റ്റിന്റെ പുറകെ പോയി ആർട്ടിസ്റ്റ് ഓക്കെ അടിക്കുന്നിടത്താണ് പ്രൊഡ്യൂസർ ആദ്യമായിട്ട് അഡ്വാൻസ് തരുന്നത്. അപ്പൊ അത്രയെന്നുള്ള നമ്മൾ എന്ത് ചെയ്യും? ശരിക്കും നമ്മുടെ ഒരു ധാരണയുണ്ട്, ഈ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ അഡ്വാൻസ് ചെയ്തതിന് ശേഷം ഷൂട്ടിംഗ് വരെയുള്ള കാലഘട്ടമാണ്. ശരിക്കും അതല്ല, അതിന് മുമ്പുള്ള സംഗതിയാണ് പ്രീ പ്രൊഡക്ഷൻ. അപ്പൊ അത് ആർട്ടിസ്റ്റ് എല്ലാവരും ഞങ്ങളെ പറ്റി പറയണതാ, അത് സത്യത്തിൽ അറിയാഞ്ഞിട്ടാണ്. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, നമുക്ക് ലോകത്ത് ഒരാളെയും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അവനവൻ സഫർ ചെയ്യുന്ന പെയിൻ, സാഹചര്യം എന്താണെന്ന് അവനവന് മാത്രമേ അറിയുള്ളൂ. പറയാ അവന് വല്ല കാര്യമുണ്ടോ, എന്നെ പറ്റി എന്തോരം പേര് പറയാം, അവന് വല്ല കാര്യമുണ്ടോ നായകനാവണ്ട എന്ന് പറയാറുണ്ട്. അല്ല, അതെന്റെ ഇഷ്ടല്ലേ. സച്ചിനോട് പോയിട്ട് തെങ്ങ് കയറാൻ പറഞ്ഞ സച്ചിൻ ചെയ്യൂ? ഇല്ല, സച്ചിൻ നോക്കിയിട്ടാ പറഞ്ഞിട്ടുള്ളത്. അത് അയാളുടെ ഇഷ്ടമാണ്, അയാൾ അതിൽ പോണം. തെങ്ങ് കയറാൻ ഇഷ്ടമുള്ളവർ അത് ചെയ്യണം. എല്ലാത്തിനും ഒരു പാഷൻ ഉണ്ടല്ലോ. നമ്മുടെ പാഷൻ എന്താ അത് ഫോളോ ചെയ്യാം. നമ്മൾ മറ്റവനോട് അത് നീ ചെയ്ത് ശരിയായില്ല. ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ പറ്റി കുറെ പേര് പറയില്ലേ, മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ല, ഈ കുഞ്ഞു കാര്യത്തിനാണോ പോയി ആത്മഹത്യ. ആ സമയത്ത് അവൻ അനുഭവിക്കുന്ന വേദന അവന് മാത്രമേ അറിയുള്ളൂ. അത് നമുക്ക് ഒരിക്കലും അവനെ കുറ്റം പറയാൻ പറ്റില്ല. അല്ല, എന്തുമാത്രം വേദന തിന്നിട്ടായിരിക്കും ഒരാളങ്ങനെ ചെയ്യാൻ തീരുമാനിക്കുന്നതെന്ന് ആലോചിക്കും. ആത്മഹത്യ ഒന്നും പരിഹാരമല്ല. അതെ, എഴുതി കാണിക്കണം. നമ്മളിപ്പോഴും പറയാം, അതേ ഈ മരിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അവർക്ക് ജീവിച്ച് കാണിക്കാൻ പാടില്ലേ. നമ്മളിപ്പോഴും ICU ആയതുകൊണ്ടാണ് മരിക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ICU മരിക്കുന്നില്ല, ഇല്ല, എല്ലാവരും ജീവനോടെ തിരിച്ചു വരികയാണ്. എല്ലാവരും അടിപൊളിയായിട്ട്. ഈ സിനിമയുടെ ICU മറ്റേ പബ് പാർട്ടി നടത്തിയിട്ട് ഇറക്കണേ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ ഇതിനകത്ത്? എന്റെ പൊന്നേ,
അല്ല കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന്. അല്ല അത് ചുമ്മാ പറഞ്ഞല്ലേ ശരി. ചുമ്മാ പറഞ്ഞു എന്റെ പൊന്നു സഹോദരി. അല്ല ഈ ICU എന്നുള്ള പേരില്ലേ, പേരിലേക്ക് എത്താൻ കുറച്ച് സമയം എടുത്തോ? ഇല്ല, അത് കാരണം ആ സബ്ജക്റ്റുമായിട്ട് ബ്ലെൻഡ് ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ ICUവിന് പല അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളൊക്കെ തന്നെ നമ്മൾ ചിന്തിച്ചിട്ടാണ് ICU എന്നുള്ള പേര് ഇട്ടിരിക്കുന്നത്. സബ്ജക്റ്റുമായിട്ട് ബ്ലെൻഡഡ് ആണ്. നമ്മൾ ചില സിനിമകളൊക്കെ ലാസ്റ്റ് അല്ലേ പേരിടാറുള്ളൂ, കാരണം നമ്മൾ കഥ ലോക്ക് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ടല്ലേ ഇടാറുള്ളൂ. അത് ചില കഥകൾക്ക് ഇങ്ങനെ വരും. ഇതിനങ്ങനെ ഇല്ലായിരുന്നു, നമുക്ക് സ്റ്റാർട്ടിങ്ങിലെ പേരുണ്ടായിരുന്നു. പേരുണ്ടായിരുന്നു. ഓക്കെ, ചേട്ടന് എഴുതാനാണെങ്കിൽ എപ്പോഴും ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? ഞാൻ പണ്ട് തുടങ്ങി നമ്മൾ TV എഴുതുന്ന കാലം മുതൽ വെളുപ്പിന് 4 മണിയാണ് എഴുതുന്ന സമയം. അതിപ്പോഴും അങ്ങനെ തന്നെ കണ്ടിന്യൂ. 4 മണിക്കാണ് എഴുത്ത്. സിനിമ എഴുതണോ അങ്ങനെ തന്നെ. ജനകൃഷ്ണൻ 4 മണിക്കാണ് എഴുതുക. എന്നിട്ടൊരു അലാറൊക്കെ സെറ്റ് ചെയ്ത് കിടക്കും. അത് റുട്ടീൻ ആയി കഴിഞ്ഞാൽ 4 മണിക്ക് തന്നെ കണ്ണു. ശരി, അലാം വെക്കാതെ തന്നെ എനിക്ക്. അപ്പൊ 4 മണി തുടങ്ങി ഒരു 7 മണി 7:30 വരെ എഴുതും. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പുറത്തു പോകും. പുറത്തു പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു 9 മണിയാകുമ്പോൾ പിന്നെയും കയറും. ഒരു 11 മണി വരെ പിന്നെ എഴുതും. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. പിന്നെ എഴുതൂല. ഉച്ച കഴിഞ്ഞിട്ട് ഇന്ന് വരെ എഴുതിയിട്ടേ ഇല്ല. ഈവനിങ് ഒന്നും എഴുതുന്ന എൻ്റെ ഓർമ്മയിലേ ഇല്ല. എത്ര നാളോ അത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചാനലിൽ ചെയ്യുമ്പോൾ പ്രഷർ എഴുത്തുണ്ടാവുമല്ലോ, ആ സമയത്ത് പോലും വൈകുന്നേരം എഴുതിയ ചരിത്രമില്ല. രാവിലെ എണീക്കാന്നുള്ള ഒരു സംഭവം മാത്രം. വെളുപ്പിന് നല്ല ടൈമാണ്. ഓക്കെ, ഈ സിനിമയിലേക്ക് വന്നപ്പോഴേ നമ്മുടെ ഇഷ്ടത്തിന് എഴുതാലോ, നമുക്ക് ടൈം ഉണ്ട്, നമ്മുടെ സൗകര്യത്തിന് എഴുതാം. അപ്പൊ പോലും ഈ ടൈമിങ് മാറിയില്ലല്ലേ? ഇല്ല, കാരണം ആ സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ മനസ്സിൽ പോലും വിചാരിക്കാത്തത്. ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂ പറഞ്ഞു, എന്നോട് ചോദിച്ചു കമ്പ്യൂട്ടറിൽ എഴുതാറുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കത് കിട്ടത്തില്ല. നേരത്തെ ബുക്ക് വായിച്ച ഈ ബുക്ക് എനിക്ക് പേന തൊടുമ്പോഴാണ് വരിക. അപ്പോൾ നമ്മൾ കട്ടപ്പന ഋത്തികൃഷ്ണനൊക്കെ എഴുതുന്ന സമയത്ത് നീ എന്താ പണിക്കുള്ളതെന്ന് സലിമേട്ടനോട് ഇപ്പൊ സലിമേട്ടൻ പറയില്ലേ, ഞാൻ പോയാൽ നമ്മുടെ നാട് നന്നാവൂലേ, നാട് നന്നായ രാജ്യം നന്നാവും, രാജ്യം നന്നായി ഇന്ത്യ നന്നാവും, ഇന്ത്യ നന്നായ ലോകം നന്നാവും. ആ സാധനമില്ലേ, അത് എഴുതി പോകില്ലേ. അതിങ്ങനെ എഴുതി പോയിട്ട് ലാസ്റ്റ് അങ്ങനെ ഞാൻ പണിയെടുത്ത് പാകിസ്ഥാൻ നന്നാവണ്ട, ഭാരത് മാതാക്ക് ജയ് എന്ന് പറഞ്ഞ് കുത്തുമ്പോഴാണ് ഒരു തീർന്നത്. അപ്പോഴാണ് നമ്മൾ തന്നെ അതിന്റെ തൊട്ട് മുമ്പ് വരെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലെന്ന്. അങ്ങനെ ഒരു സാധനം എഴുതുന്നത് അത് എവിടെ തുടങ്ങിയതാന്ന് ഓർക്ക്. അത് ആ ഫ്ലോയിൽ എഴുതി പോണതാ. അങ്ങനെ എഴുതി പോണതാണ് ചില സാധനങ്ങൾ. ക്രിയേഷൻ എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പം ചില ആൾക്കാർ പറയാല്ലേ റൂമിൽ നിന്ന് ഷോട്ട് മാർക്ക് ചെയ്തിട്ട് ലൊക്കേഷനിലേക്ക് പോകാം. അതൊക്കെ വളരെ അപൂർവമാണ്. കാരണം നമുക്കൊരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോകാൻ കഴിയില്ല. ലൊക്കേഷനിൽ വന്ന സാഹചര്യം കാണുമ്പോൾ നമുക്ക് മനസ്സിൽ ഷോട്ട് വരും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അത്. ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു കോൺസെപ്റ്റ് ഒക്കെ കിട്ടി അതിങ്ങനെ ഫോണിൽ മറന്നു പോകാതിരിക്കാൻ ഇങ്ങനെ ചില കാര്യങ്ങള് ചെയ്ത് ഇടക്ക് എന്റെ മൈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു സ്വയം ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അല്ല, അത് പൊതുവെ എഴുത്തുകാരെല്ലാം അങ്ങനെ തന്നെയാണ്. ICU റൈറ്ററൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു ടൈം ബൗണ്ട് ആയിട്ട് എഴുതുന്ന ആൾക്കാരല്ല. അവർ മൂഡ് വരുമ്പോൾ പെൻ എടുക്കും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ TA ഷാഹിദിന്റെ കൂടെ ഒരുപാട് കാലം വർക്ക് ചെയ്തതാണ്. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ടൈം ബൗണ്ട് ആയിട്ട് എഴുതുന്ന റൈറ്റേഴ്സ് വളരെ കുറവാണ്. ഈ ഡയറക്ടർ ഇതുപോലെ തന്നെ കൂളായിരുന്നു നമ്മുടെ സെറ്റിൽ. ജോർജ് ചേട്ടന് ഏറ്റവും എളുപ്പമുള്ള വെച്ചാൽ പണി അറിയാവുന്ന ഒരു ഡയറക്ടർ ആണെങ്കിൽ നമുക്കൊരു സമാധാനം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് നമുക്ക് ഇതിന്റെ പണി അറിയാവുന്നതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ഈ ഇത് എടുക്കണത് റോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പല ലൊക്കേഷനിലും നമുക്ക് ഫീൽ ചെയ്യും. നമുക്കറിയാം ഈ തമ്മിൽ അടിക്കും, ഈ ഷോട്ട് തമ്മിൽ അടിക്കും, ലെഫ്റ്റ് റൈറ്റും തെറ്റാന്നൊക്കെ വന്ന് അങ്ങനെ ടെക്നിക്കലി പരിപാടി വരുമല്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ശരിക്കും ആർട്ടിസ്റ്റുകളെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഞാനൊക്കെ ഇത്തിരി അലമ്പ ആ കാര്യത്തില് ഇത് അയ്യോ ഇത് തെറ്റാണല്ലോ എന്ന് വെറുതെ തോന്നിക്കഴിഞ്ഞാൽ എന്റെ മുഖത്തൊക്കെ അതിന്റെ ഉണ്ടാവും. ടെക്നിക്കലി ചിന്തിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് ആ ഒരു പ്രശ്നം. ഈ ഷോട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ റൗണ്ട് ട്രാക്ക് കിട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് അറിയുന്ന ഒരാള് ഡ്രൈവ് ചെയ്യുകയും ഡ്രൈവിംഗ് അറിയുന്ന ഒരാൾ ഇപ്പോഴത്തെ സീറ്റിലിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ടെൻഷൻ വരും. ഈ വണ്ടി ഇപ്പൊ മുട്ടും, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ്. എന്നാ പണി അറിയാവുന്നതിന്റെ പുറകിൽ നമ്മൾ സുഖമായിട്ടിരിക്കുകയും ചെയ്യാം. നമ്മളും കംഫോർട്ടാണ്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ സീൻസ് ചെയ്യുന്ന സമയത്ത് ഈ റൊമാൻസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്രിഞ്ച് അല്ല നിങ്ങളുടെ നമുക്ക് ആകെ കുറച്ച് ആ ഒരു സീനും പിന്നെ ഈ ട്രെയിലർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അതിനെ കുറിച്ചല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ ഈ റൊമാൻസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്രിഞ്ചായിട്ട് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ? ക്രിഞ്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ റൊമാൻസ് ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടല്ലേ മൊത്തത്തില്. അങ്ങനത്തെ പാട്ടുകളും പരിപാടികളൊക്കെ ഇതുപോലത്തെ പാട്ടുകളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പൊ അതിനൊരു പുതുമയുണ്ടാവും. വരുമ്പോ പാട്ട് കണ്ടാൽ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. പാട്ട് അങ്ങനെ ഒരു ലിറിക്സ് ആയാലും മ്യൂസിക് ആയാലും ഒക്കെ, കാരണം നല്ല മ്യൂസിക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ പടത്തിനകത്ത്.
നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്നിട്ടുണ്ട്. ഇന്നലെ ട്രെയിലർ കണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ അഭിനയിക്കുമ്പോ ഒരു ചമ്മലൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ പറഞ്ഞ പോലെ കുറെ ആൾക്കാർ ഓപ്പോസിറ്റ് ആളുടെ നമ്മളോടുള്ള സഹകരണം പോലെ ഇരിക്കും സത്യത്തിൽ പാട്ട് തന്നവർ. അങ്ങനെയുണ്ട്. എന്നുവെച്ചാല് നമ്മുടെ ഉള്ളില് നമ്മളങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ ഉള്ളിലൊരു വേറൊരു ചിന്ത വരും. അയ്യോ മനസ്സിലായില്ലേ, ഇവരെന്തെങ്കിലും വിചാരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി നമ്മുടെ ഉള്ളിൽ കിടക്കും. അപ്പൊ എന്നാ ഫ്രണ്ട്ലി ആണെങ്കിൽ അതങ്ങ് പോകും. റൊമാൻസ് എന്ന് പറയുന്നത് അല്ലേ? ശരി, അത് എപ്പോഴും അതിന്റെ ഒരു സാധനം എപ്പോഴും ഉണ്ടാവും. അല്ല വിസ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ഒന്നും മിണ്ടില്ലാതെ ശബ്ദം എന്തായിരുന്നു റൊമാൻസ്? റൊമാൻസ് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തിട്ട് ചോദ്യമേ കേട്ടിട്ടില്ല അവിടെ. പിന്നെന്താ അല്ല, ഇത് നമ്മൾ എയറിലായി പോണായിരുന്നല്ലോ പറയാ, എയറിൽ പോവെന്നുള്ളത് പേടിച്ചിട്ട് വാ തുറക്കാത്ത നായികയാണ് നമുക്ക് ഇത്തവണ. അങ്ങനില്ല, ഇല്ല, നമ്മള് ഇങ്ങനെ കുറച്ച് യൂസ്ഡ് ആയി വരുമ്പോ എന്താണ് എവിടെയാണ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പറയേണ്ടതെന്ന് പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ ഒരു ബ്ലോക്ക് അതാണ് അവര് രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്റർവ്യൂവിൽ ഞാൻ പൊളിക്കുന്നത്. ഓക്കെ, നമ്മള് നായകനായിട്ടുള്ള ഒരു സിനിമ വരുമ്പോഴാണോ എഴുത്തിലുള്ള ഒരു സിനിമ വരുമ്പോഴാണോ കൂടുതൽ ടെൻഷൻ വരുന്നത്? രണ്ടും ടെൻഷൻ രണ്ടിലും സെയിം തന്നെ, ഈക്വൽ ആയിട്ടാണ്. പിന്നെ ഇപ്പൊ കുറേയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു മനസ്സുകൊണ്ട് ഒരു ഇത് നമ്മുടെ ജോലിയാണ്, പ്രൊഫഷണലാണ്. ഞാൻ എൻ്റെ ജോലി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. വിജയം തന്നെ ആഗ്രഹിച്ചിട്ടാണ് ചെയ്യുന്നത്. ജയം ഉണ്ടാവാം, പരാജയം ഉണ്ടാവാം, പക്ഷെ മൂവ്മെന്റുകൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പോയിട്ടില്ല, അങ്ങനെ വേണം ഇതിനെ കാണാൻ. നമ്മൾ പറയാം വിജയത്തിൽ ഭയങ്കര ഹാപ്പി ആവുകയും പരാജയത്തിൽ അതേപോലെ സങ്കടം വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതിനൊരു സമചിത്തത എന്ന് പറയൂലേ, ഒരു 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 മനസ്സിന്റെ ഒരു ബാലൻസ് ചെയ്ത്. അപ്പൊ അതാവുമ്പോ എന്താ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വേദനിക്കാനോ വിഷമത്തിലൊക്കെ പോകില്ല. ഇതിങ്ങനെ നമുക്കൊരു പണി കിട്ടുമ്പോഴാണോ നമുക്ക് ഈ റിയലൈസേഷൻ വരുന്നത്? ആണ്, അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ സക്സസ് മാത്രമല്ല ഉണ്ടായുള്ളൂ. എല്ലാ സിനിമകളും, എഴുതിയ സിനിമകളും ഈ ബ്ലോക്ക് ബസ്റ്ററുകളായിരുന്നു, അഭിനയിച്ച പടങ്ങൾ ഹിറ്റായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറി 1-2 പരാജയപ്പെടുമല്ലോ. അപ്പൊ നമ്മള് ആദ്യത്തെ പരാജയത്തിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. രണ്ടാമത്തെ ആകുമ്പോ നമ്മള് മനസ്സിലാക്കും. പിന്നെ നമ്മൾക്ക് മുമ്പിലുള്ള മഹാരഥന്മാരുടെ കാര്യങ്ങൾ ആലോചിക്കും. അവരെല്ലാവരും ഇതിലൂടെ കടന്നുപോയ ആൾക്കാരല്ലേ, ജയപരാജയങ്ങളിലൂടെ കടന്നുപോയതാണ്. അവരൊക്കെ ഈ ഒരു സമചിത്തത പാലിക്കുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഫെയിലിയറിനേക്കാൾ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് സക്സസ് ആണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. വലിയ പാടാണ്. കാരണം അത് നമ്മളൊരു മെന്റൽ സ്റ്റാറ്റസിൽ കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരുന്നു. കുറച്ച് സിനിമകൾ മാത്രം ചെയ്തത് അതുകൊണ്ടാണോ? ആലോചിച്ച് സക്സസിനെ മാനേജ് ചെയ്യാനായിട്ട് പേടിച്ചിട്ടൊന്നുമല്ല. സക്സസിനെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ മതി. അത് ചരിത്രം നോക്കി അറിയാം. സക്സസ് സംഭവിച്ച പലരും പിന്നീട് ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അത് മാനേജ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. ആലോചിച്ച് കൂട്ടിയിട്ടേ ഇത് എപ്പോഴും പറയും. ഇന്നലെ ബാബുരായിട്ടും പറയണ്ടേ, 40% ആണ് നമ്മുടെ ഹാർഡ് വർക്ക്, 60% ലക്കാണ്. നമ്മുടെ കയ്യിലുള്ള പരിപാടിയല്ല. അത് ലോകത്തിലെ ഏറ്റവും വലിയ സംവിധായകരും എല്ലാവരും നേരിടുന്ന ഇതാണ്. അത് തിയേറ്ററിൽ വന്ന് ആ മാസ് ഓഡിയൻസിന്റെ കൂടി ഇരിക്കുമ്പോഴാണ് ഇതിന്റെ സക്സസ് വൈബ് ഒക്കെ നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ അതുവരെ കാണാത്തൊരു സാധനം ജോർജേട്ടൻ കാണും. ദൈവമേ, ഇത് ഇങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നു എന്ന് 1000 വട്ടം ആലോചിക്കും. നമുക്കും ആലോചിക്കും. ഇതിന്റെ വളരെ സിമ്പിളായിട്ടൊരു കഥയുണ്ട്. അത് നമ്മുടെ സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളൊരു 2 കൊല്ലം 3 കൊല്ലം ഒക്കെ ഇതിനു വേണ്ടി ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചു. ഒരു നിർബന്ധമില്ല ഈ പടം അത്രയും കഷ്ടപ്പെട്ടാൽ ഹിറ്റ് ആവണം. ചിലപ്പോൾ ഇപ്പൊ ഭരതമൊക്കെ എഴുതിയാൽ 3 ദിവസം കൊണ്ട് എഴുതിയിട്ട് നാഷണൽ അവാർഡ് മേടിക്കും. അതായത് അതിൻ്റെ ഒരു പോയിന്റ്, ഒരു കഥയാണ് അത്. എനിക്ക് ഭയങ്കര, ഞാൻ എപ്പോഴും അത് ഫോളോ ചെയ്യുന്നൊരു കഥയാണ്. നമ്മുടെ സിനിമയായിട്ട് മാത്രമല്ല എല്ലാവരും ലൈഫായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഒരാളുടെ കാളയുടെ ഇതില് കൊമ്പില്ലേ, അതിന്റെ ഇടയിൽ കൊണ്ട് തലയിട്ടേക്കുക. തലയിട്ടേത് കഴിഞ്ഞപ്പോഴേക്കും ഊരാൻ പറ്റുന്നില്ല. നാട്ടുകാർ വന്ന് ശ്രമിക്കുന്നു, അവരും ശ്രമിക്കുന്നു. ലാസ്റ്റ് ഫയർ എഞ്ചിൻ വരും. ഫയർഫോഴ്സുകാർ വന്ന് ഈ സാധനം ഇവന്റെ തല പിടിച്ചിട്ട് പൊട്ടിക്കും. അപ്പൊ തല ശരിയായി. അപ്പൊ തന്നെ ഫയർഫോഴ്സുകാർ പറയും, ഇതിന്റെയൊക്കെ തലയാണോ തല കൊണ്ടിടുന്നത്? എടാ, ഇതൊക്കെ അങ്ങനെ ആ തല കയറ്റുന്നതിന് മുമ്പ് നിനക്ക് ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചുകൂടായിരുന്നു. മകൾ പറയാം, ഞാൻ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ആലോചിച്ചിട്ട് എടുത്ത തീരുമാനമൊന്നും കിട്ടിയോ? അത്ര ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇത് സംഭവം. എനിക്ക് തോന്നുന്നു ഇത്
കുഞ്ഞി പിള്ളേരെല്ലാരും ഒന്ന് ഇത്ര ആലോചിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവർക്ക് ഈ ഒരു പരിപാടി ഉണ്ട്. ഈ സ്റ്റെയർ കേസിന്റെ ഒക്കെ ഇങ്ങനെ സംഭവങ്ങളുണ്ടായിരുന്നു വീട്ടിലേക്ക്, അതിനകത്തൂടെ കൈയും കാലൊക്കെ ഇങ്ങനെ ലോക്കായി നിൽക്കാന്നുള്ളൊരു പരിപാടി. ഇത് നമ്മൾ എപ്പോഴെങ്കിലും ലൈഫിൽ ഒരിക്കലും ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മളെല്ലാവരും ഇതുപോലെ കുടുങ്ങിയിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അച്ഛനും അമ്മയും ഇപ്പൊ ചോദിച്ചില്ലേ പരാജയം സംഭവിക്കുന്നവരുടെ കാര്യത്തെ പറ്റി ചോദിച്ചില്ലേ? ഈ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ ICU വരികയാണെങ്കിൽ ICU എന്ന് പറയുന്ന ഒരു ഘടകത്തിൽ, നമ്മളിപ്പോ ICU എന്ന് പറയുമ്പോൾ തന്നെ നമ്മള് ഒരു ഹോസ്പിറ്റൽ ICU അതിന്റെ പുറംവശം അകം എന്നുള്ളതാണ് ചിന്തിക്കുക. ജീവിതത്തിൽ അവിടെ ഇരിക്കുന്നതും അകത്ത് കിടക്കുന്നതായിട്ട് ആൾക്കാർ അധികവും ഇതിനെയൊക്കെ ഫേസ് ചെയ്യുന്നവരായിരിക്കും. ജീവിതത്തിലെ കഷ്ടപ്പാട്, പരാജയം. ഏറ്റവും വലിയ പ്രശ്നം ICUവിനകത്ത് കിടക്കും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒബ്സർവേഷനിൽ നമ്മൾ ICUവിനകത്ത് വെക്കൂലേ, അപ്പൊ ഫോൺ യൂസ് ആക്കാൻ സമ്മതിക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കിടക്കണം 24 hours അല്ലെങ്കിൽ 48 hours. അത് എപ്പോഴെങ്കിലും കയറേണ്ടി വന്നിട്ടുണ്ടോ? അത് മാത്രമല്ല വേറൊരു ടെൻഷൻ കൂടെ ഉണ്ട് ICUല്. ഓപ്പോസിറ്റ് കിടന്ന ആള് മരിച്ചൊക്കെ പോകും. അപ്പൊ നമ്മൾ ആ ടെൻഷൻ അടിച്ചു. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കിടക്കുന്ന ആള് പിന്നെ നമ്മൾ ഓവർ തിങ്ക് ചെയ്യും അവിടെ. അപ്പൊ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മള് ചുമയായിട്ടായിരിക്കും പോയി കിടക്കണം. മറ്റേ പുള്ളി എന്താ, അയാള് ചുമയായിരുന്നു. അപ്പൊ അങ്ങനെ പരാജയം സംഭവിച്ചു അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ റീതിങ്ക് ചെയ്ത് പുതിയ പുതിയ സംഭവങ്ങളിലേക്ക് വരിക. അങ്ങനെ തന്നെയാണ് നമ്മുടെ കഥാപാത്രം. ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുഞ്ഞുനാൾ മുതൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട മെയിൻ ഐറ്റമാണ് ഈ സാധനം. ഫെയിലിയർ ഫേസ് ചെയ്യാൻ പഠിപ്പിച്ചു തുടങ്ങിയ ഇത് രണ്ടും ഇതിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചു തുടങ്ങിയ ഭയങ്കര ഗുണമാണ്. നമ്മളിപ്പോ മറ്റേ പൃഥ്വിരാജ് ചൗഹാന്റെ കഥ പറയൂലേ, പൃഥ്വിരാജ് ചൗഹാന്റെ കഥയില് പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഘോറിനെ ഇത്രയും വട്ടം തോപ്പിച്ചെന്ന് പറഞ്ഞ് പൃഥ്വിരാജിനെയാണ് ബൂസ്റ്റ് ചെയ്യണത്. പൃഥ്വിരാജ് ചൗഹാൻ ശരിക്കും 9 തവണ തോറ്റിട്ട് തിരിച്ചു വന്ന മുഹമ്മദ് ഘോറിയുടെ കഥയില്ലേ, അതാണ് പഠിപ്പിക്കേണ്ടത്. സത്യം, ആള് ഫെഡപ്പ് ആവാണ്ട് വന്നല്ലോ, അതാണ്. എന്നിട്ട് ഇയാളെ തോപ്പിച്ചല്ലോ. അതെ, ഓക്കെ. എന്തെങ്കിലും ഒന്ന് പറ, ICUയിൽ എപ്പോഴെങ്കിലും കേറിയിട്ടുണ്ടോ? ഒരു രോഗിയെ കാണാനെങ്കിലും കേറിയിട്ടുണ്ട്. ഭാഗ്യം. ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ഫുൾ ICUവിനുള്ളിൽ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ. അല്ല, ആ കേറിയ സമയത്ത് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം കണക്ട് ചെയ്യാൻ പറ്റുമോ? അതായത് നമ്മൾ കുറെ നേരം അവിടെയൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് പ്രോസസ് ഒക്കെ ഉണ്ടാവും. തീർച്ചയായും അത് കുറച്ചൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ. ഒബ്വിയസ്ലി ഇറ്റ് വാസ് കൈൻഡ് ഓഫ്. ഓക്കെ. നമ്മുടെ ഫസ്റ്റ് സിനിമയല്ലേ? വേറെ ഓഫേഴ്സ് ഒക്കെ വന്നോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. മലയാളത്തിൽ ഫസ്റ്റ്. അപ്പൊ മുമ്പ് ഏറ്റവും അധികം ചെയ്ത് ഞാൻ തമിഴ് ഉറിയടി എന്ന് പറഞ്ഞൊരു മൂവി സൂര്യ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിലെ ഹീറോയിനാ. എന്നിട്ടോട് ഇങ്ങനെ പേടിച്ചൂടെ മിണ്ടാതിരിക്കുന്നത്? പേടിച്ചിട്ടല്ലത്, എന്തോ പ്രശ്നമുണ്ട്. ഫുഡ് കഴിച്ചോ? കോഫി കുടിച്ചിട്ടില്ല, അതിന്റെ ഒരു കുറച്ച്. നമ്മള് സ്ഥിരമായിട്ട് ആ ടൈമിൽ കുടിക്കുന്ന ആൾക്കാരാകുമ്പോ കുട്ടിക്ക് കോഫി കുടിക്കാത്ത എന്റെ കുഴപ്പമാണ്. അപ്പൊ എന്തായാലും കോഫി അല്ല, അവിടെ സെറ്റിൽ ആകുമ്പോ കറക്റ്റ് കോഫി കിട്ടുമായിരുന്നു? അങ്ങനൊന്നുമില്ല, നമ്മൾ ആവശ്യം ഉണ്ടാകുമ്പോ പോയി എടുത്ത് കഴിക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഓക്കെ, അങ്ങനെ ICU നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്താണ്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ആണോ, അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ ഒരു ഫീൽ? എന്താ? ഹാപ്പിയാണ്, കാരണം നമുക്ക് നമ്മുടെ പടത്തെ കുറിച്ചൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ടെൻഷൻ അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞു, നമ്മുടെ ജോലി കഴിഞ്ഞ് പ്രേക്ഷകരിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ അവരാണ് നമുക്ക് അവിടെ വെച്ച് കാണാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അടുത്ത സ്റ്റെപ്പ് അങ്ങനെയുള്ള ഓരോ കോണിപ്പടിയാണല്ലോ ഓരോ സിനിമയും. ഓക്കെ. അല്ല, ഈ സിനിമ കണ്ടപ്പോഴേ ഒരു ക്രൈം ത്രില്ലർ ഇനി ഒരു ജോണർ എഴുതണം എന്നൊരു തോട്ട് വന്നോ? ഞാൻ ഒരെണ്ണം എഴുതുന്നുണ്ട് ഇപ്പൊ. പണിപ്പുരയിലാണ്. ഓക്കെ. ഒരുമിച്ചാണോ സെപ്പറേറ്റ് ആയിട്ടാണോ? ഇത് ഞാൻ ഒറ്റയ്ക്ക് എഴുതണേ. ഞാൻ ഒറ്റയ്ക്ക് എഴുതണേ ഈ പടം. ഞാൻ അവനെ വിളിച്ചപ്പോ അവൻ വിട്ടുകളഞ്ഞു. പരപ്പണി കഴിഞ്ഞു, ഈ പണിപ്പുരയിലേക്ക്. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.